പോങ്ങട്. അതെ, ആളവിടെ ഉണ്ടാവുമെന്ന് സംശയം. എന്തായാലും ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും. ഇന്ന് രണ്ടിലൊന്നും ഇത് മൂന്നാമത്തെ കൂട്ടരാണല്ലോ ഗൗരിയെ. അച്ഛൻ ഓല കീറാണോ അതോ എണ്ണം പഠിക്കാണോ? ഒന്ന് നോക്കാനും പാടില്ലേ എന്റെ ഗൗരിയമ്മേ. ഇത് നമ്മുടെ കേശവൻ നായരുടെ രണ്ടാമത്തെ മകനാ സുബ്രഹ്മണ്യൻ, ആ വാഴത്തോപ്പിന്റെ ഉടമസ്ഥര്. അതെ സുബ്രഹ്മണ്യ, ഞാൻ ഇതിനൊരു 30 രൂപയെ കാണുള്ളൂ. 30 രൂപയെ നേഹേന്ദ്രക്കൊലയത് പാളയംകോടനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ കല്ലും കൊടുത്തതിന്റെ കാശ് തന്നെ പോയിട്ട് ചെത്താനുള്ള. അപ്പൊ ഇവരുടെ ഒന്നും കാശല്ലേ? ഇവർക്കൊന്നും തിരക്കില്ലേ? അപ്പഴേ ചേട്ടാ മിഠായിയുടെ ഭരണി 3 പൊട്ടിയെ, അതിന്റെ കാശോ? ഭരണി സ്വർണം കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പശു വേണ്ട, കാശ് മതിന്ന്. എനിക്കറിയാം ഈ വക പുലിവാലുകൾ ഉണ്ടാവുന്നു. അവൻ തരുന്ന്. സഖാവേ ഒന്ന് നിക്കവിടെ. ഒരു 450 രൂപ കൈവായ്പ വേണം. 450 രൂപയോ? ഇതുവരെയുള്ള പറ്റി 830 രൂപയും 60 പൈസയും. തരാനുള്ളത് ആദ്യം താ. 4 കോഴിമുട്ടയുടെ കാശ് വേറെ ഉണ്ട്. മോളെ, അയലൊക്കക്കാരായ കുറച്ചൊക്കെ മനുഷ്യപ്പറ്റ് വേണം. അതെ, നിങ്ങളോടും കൂടി ചേർത്താ പറഞ്ഞത്. അവിടെ ഒരു കമ്പി വളച്ച് തൂക്കിയിട്ടുണ്ട്. കണക്കൊക്കെ എഴുതി അതിൽ കോർത്തിട്ട് പോവാ. ഇതുപോലുള്ള കേസുകൾക്ക് പതിവായിട്ട് ആൾക്കാർ അങ്ങനെയാണ് ചെയ്യാറ്. ഒന്ന് മാറിയുന്നേ, ഒന്ന് മാറിയില്ലേ. നീ എന്തിനാ റെജി എന്നോട് ചൂടാവണേ? ഇതൊരു മിണ്ടാപ്രാണിയല്ലേ, നമ്മൾ പിടിച്ചോർത്ത് നിക്കണ്ടേ? അപ്പനാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, കുറച്ചൊക്കെ ഉത്തരവാദിത്വ ബോധം വേണം. ഉത്തരവാദിത്തം ഉണ്ടാവാനല്ലേ നമ്മൾ പശുവിനെ വാങ്ങിയത്. ഇതിപ്പോ ആദ്യത്തെ ദിവസം ആയോണ്ടല്ലേ. ഓഹോ, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്ത് പറയിപ്പിക്കണ്ടെന്ന്? തെക്കേത്തല തറവാട്ടിൽ ഇന്ന് വരെ ആരും പശുവിനെ തീറ്റാനോ അല്ലെങ്കിൽ കുളിപ്പിക്കാനോ ഒന്നിനും പോയിട്ടില്ല. അതറിയോ നിനക്ക്? ഹേയ്, ഇവരൊക്കെ പോയാ? എന്തേ പോയത്? ഇഷ്ടായില്ലേ? ഇല്ല, ഇഷ്ടായില്ല. ഓ, ധാരാ അവിടെ. എവിടെ? ഹേയ്, ദേ കൊണ്ടുപോകാൻ വന്നതല്ല കേട്ടോ. ഇത് ഇച്ചിരി പഴത്തൊലിയും ചക്കമടലുവാ മാളൂന്. അവിടെ കിടന്ന ചീഞ്ഞു പോത്തേ ഉള്ളൂ. മാളൂ കൊടുത്തേച്ചും വേഗം പോയിക്കൊള്ളാം. കഴിച്ചോ കഴിച്ചോ, അമ്മ നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. മോള് കഴിച്ചോ കേട്ടോ. അച്ഛൻ മോള് കഴിക്കടി, അമ്മ കഴിക്കേ. എന്റെ പൊന്നു മോള് മെലിഞ്ഞു പോയോടി ചക്കരക്കുട്ടി. മോളെ ഇതും കൂടെ കഴിച്ചോ, കഴിച്ചോ. അമ്മ പോയിട്ട് പറ്റേ, നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ പശു വേണ്ട, കാശ് മതിന്ന്. അമ്മച്ചി വേണമെങ്കിൽ അമ്മച്ചി എന്നെ കൊണ്ടുപോയിക്കോ. വേണ്ട, ചിലപ്പോ അവൻ അതിന് അറുക്കാനും കൊടുക്കും. ഇവിടെയാവുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാലോ.